ഹലോ ഡിയേഴ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ, ഒരു ഡീപ്പ് ക്ലീനിങ് ദിവസത്തെ വീഡിയോ ഉണ്ട്. അപ്പോൾ അന്ന് വൈകിട്ട് വരെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എപ്പോഴും പറയണ പോലെ തന്നെ കൂടുതലൊന്നും പറയണില്ല, വീഡിയോയിലോട്ട് പോവാം. അതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയട്ടോ. അപ്പോൾ ഞാൻ ഡീപ്പ് ക്ലീനിങ് ഒക്കെ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി, ഓരോ സെക്ഷനായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് അടുക്കളയൊക്കെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ച് തക്കാളി വേവിക്കാൻ വെക്കേണ്ട. മോനിക്ക് ജാമ് വേണമെന്ന് എപ്പോഴും ഒരു പരിസ്ഥിതിയിലൊക്കെ കാണുമ്പോൾ പറയും. അപ്പോൾ വാങ്ങിച്ചു കൊടുക്കാൻ പേടിയായതുകൊണ്ട് ഞാൻ തക്കാളി വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അത് വേവാനിരിക്കുന്ന സമയം കൊണ്ട് ഞാനും ഉമ്മയും കൂടിയും കഞ്ഞി കുടിക്കുകയാണ്. അപ്പോൾ രാവിലെ കഞ്ഞിയായിരുന്നു, കഞ്ഞിയും കിഴങ്ങൊലത്തിയതായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ പാത്രം കഴുകലെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും ഇതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തോല് ഞാൻ കണ്ടില്ല, ആ വേവിക്കണതിന് മുമ്പ് ഒരു പ്ലസ് പോലെ അതും ഒരു വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെന്ത് കഴിയുമ്പോൾ തോല് പെട്ടെന്ന് കിട്ടി. പക്ഷേ ഞാൻ കുറച്ചധികം സമയം വെള്ളത്തിൽ അതിനകത്ത് ഇരുന്നുകൊണ്ടാണെന്ന് തോന്നുന്നു. അത് ഒലിച്ച് കഴിഞ്ഞപ്പോൾ അരച്ചു വന്നപ്പോൾ കുറച്ചധികം വെള്ളം പോലെ തോന്നി. അതുകൊണ്ട് കുറച്ച് അരയാണ്ട് ഇങ്ങനെ കട്ട കട്ട പോലെയൊക്കെ കിടക്കുന്നുണ്ടായി. അപ്പോൾ അത് തന്നെ രണ്ടാമതെടുത്ത് ഒന്നും കൂടി അരച്ച് നല്ല പേസ്റ്റാക്കി എടുത്തിട്ട് നമ്മൾ വേഗം തന്നെ തിളപ്പിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ അടുക്കളത്തെ ജോലികളൊക്കെ കഴിയുമല്ലോ. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ ക്ലീനിങ് തുടങ്ങാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അതൊന്ന് തിളച്ച് വന്നപ്പോൾ ഞാൻ ആദ്യം ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്ത്, പിന്നെ അത് പോരാന്ന് തോന്നിയപ്പോൾ കുറച്ചും കൂടി ഒരു 1/4 കപ്പിൻ്റെ പകുതി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലത്തെ ഒരു പാകമായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇത് നന്നായിട്ട് ഒരുപാട് അങ്ങോട്ട് തിക്കാക്കരുത് കേട്ടോ. ഇത് ചൂടാറി കഴിയുമ്പോൾ കുറച്ചും കൂടി തിക്കായി വരും. അതായിരുന്നു ഒരു പകുതി നാരങ്ങയും കൂടി തീക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് ആ നാരങ്ങയുടെ ടേസ്റ്റും കൂടി വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു തക്കാളിയുടെ ചുകയൊക്കെ പോണത്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് അതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അടുക്കളയിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ വന്നപ്പോൾ നമ്മൾ എപ്പോഴും എടുക്കാത്ത പാത്രങ്ങളൊക്കെ ഉണ്ടാവില്ലേ മുകളിൽ, വല്ലപ്പോഴും എടുക്കണ വലിയ വലിയ പാത്രങ്ങളൊക്കെ, അപ്പോൾ അതൊക്കെ ഉമ്മ വേഗം തന്നെ കഴുകി ഉണക്കാൻ വെച്ചേക്കാണ്. ഇനിയാണ് നമ്മുടെ അങ്കത്തട്ടിയിൽ കാണാൻ പോണത്. ഇതിപ്പോൾ നമ്മൾ എപ്പോഴും എടുക്കണ പാത്രങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ ഷെൽഫിൽ നിന്നൊക്കെ എടുത്ത് മാറ്റിയിട്ട് അവിടെ ഒക്കെ ക്ലീൻ ചെയ്ത് ലൈസോളും വെള്ളമൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് അത് മുക്കിയിട്ട് തുടച്ചിട്ടാണ് അവിടെ ക്ലീൻ ചെയ്ത്. ഇപ്പോൾ ടൈൽ ഷീറ്റ് വിരിക്കുന്നത്. നമ്മൾ എപ്പോഴും പേപ്പറൊക്കെയാണ് വിരിക്കാറ്. ഇപ്പോൾ ടൈൽ ഷീറ്റ് വിരിച്ചു നോക്കാമെന്ന് വിചാരിച്ചിട്ട് അത് വിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം മുകളിൽ കയറിയിട്ട് അതൊക്കെ ചെയ്തു തന്നിട്ടാ. അപ്പോൾ പാത്രങ്ങളൊക്കെ ഒരുവിധം ഉണങ്ങി തുടങ്ങാറായിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ മോൻ വന്നിട്ട് അവന് എടുത്തു വെച്ചേക്കണ പാത്രങ്ങൾ അതൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഞങ്ങളാരും കൊടുക്കാത്ത കാരണം ഉപ്പാനെ കൂട്ടി വന്നിട്ട് പിന്നെ ഉപ്പാടിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ്. ഉമ്മയാണെങ്കിൽ എല്ലാം നന്നായിട്ട് സൂക്ഷിച്ച് വെക്കൂട്ടാ. നമുക്കിവിടെ ഷെൽഫും കബോർഡും ഒന്നും ശരിക്കും ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉമ്മ എല്ലാം നന്നായിട്ട് കവർ ചെയ്തൊക്കെ സൂക്ഷിച്ചെടുത്ത് വെക്കും. പക്ഷെ ഇപ്പം മോന് വലുതായ പിന്നെ അതൊക്കെ എടുത്തുകൊണ്ട് പോയി അതൊക്കെ കേടാക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം താഴെ വിരിക്കണത് നമ്മൾ കല്യാണത്തിനൊക്കെ ഈ ടേബിളുമൊക്കെ വിരിക്കൂലേ, ഞങ്ങളുടെ കല്യാണത്തിന് ബാക്കി ഉണ്ടായിരുന്ന കേട്ടോ. ഇപ്പോഴും ഉണ്ട്. ആ റോളിൽ നിന്ന് എടുത്തിട്ട് മുറിച്ചിട്ട് ഇങ്ങനെ വീട് അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്നതുകൊണ്ട് കുഴപ്പമില്ല. മുകളിൽ നമ്മൾ എപ്പോഴും മാറ്റാൻ പറ്റാത്തതുകൊണ്ട് അവിടെ ഇപ്പോൾ കട്ടിയുള്ള ടൈൽ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അതെന്നിട്ട് ഉപ്പ വേഗം എന്നും പറഞ്ഞ് നമ്മളെ കൊണ്ട് ഇടിപ്പിച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് അതൊക്കെ എടുത്ത് വെക്കൽ കഴിഞ്ഞ്. ഇനിയിപ്പോൾ അപ്പം കിട്ടിയതാണ് ഒരു മസാല ബോക്സ് ഉമ്മ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതും കൂടിയും ഒന്ന് നമ്മുടെ മസാലകളെല്ലാം കവറിലാക്കിയിട്ട് ഒറ്റ ടിന്നിലിട്ട് വെച്ചേക്കായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ അതിലാക്കി വെച്ച്. ഇതുപോലെയൊക്കെ നമുക്ക് ഇത്രയും ഭംഗിയൊക്കെ ആക്കാൻ പറ്റുള്ളൂ. കബോർഡൊന്നും ഇങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ ഓപ്പണാക്കി എടുക്കും. അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മൾ പറ്റണ പോലെയൊക്കെ ഒന്ന് ഓർഡർ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അപ്പം തന്നെ മുകളിൽ നിന്നൊക്കെ വേണ്ടാത്ത കുറേ പേപ്പറും സാധനങ്ങളൊക്കെ വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി ഞാനും ഉമ്മയും അവിടെ നിന്ന് അടിച്ച് വാരി എടുത്ത് മാറ്റുകയാണ്. എന്നിട്ട് അടുത്ത് നമ്മൾ ഇത് തുടക്കലൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ തൽക്കാലത്തിന് നമ്മൾ ഇതുപോലെ മുകളിൽ നിന്നുള്ളത് എല്ലാ വേസ്റ്റ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ കുളിയും ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് വീണ്ടും തുടങ്ങുകയാണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും മുഷിച്ചിലാണ്, എന്നാലും വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്ത്. അപ്പോൾ പിന്നെ അതായത് എൻ്റെ ക്രാഫ്റ്റ് ഐറ്റംസൊക്കെ ആദ്യം തന്നെ ജനലും ഇരിക്കുന്നുണ്ടാവും കേട്ടോ. ഞാൻ മിക്ക ക്രാഫ്റ്റ് അവിടെ വന്ന് നിന്നിട്ടാണ് ചെയ്യാറ്. അപ്പോൾ അതൊക്കെ എടുത്ത് ആദ്യം തന്നെ മാറ്റി. പിന്നെ നമ്മുടെ കുപ്പികളും പാട്ടകളും ചെടികളും ഒക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ജനലുമ്പോൾ 2 കട്ടിംഗ് ബോർഡ് ഞാൻ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി. ഇനിയിപ്പോൾ നമുക്ക് ഇനിയുള്ളൊരു പണി എന്ന് പറയുന്നത് ജനലൊക്കെ ഒന്ന് തുടച്ചെടുക്കണം. അപ്പോൾ മാറാലയൊക്കെ നമ്മൾ ആദ്യമേ തന്നെ തട്ടിയതാണ് കേട്ടോ. വീട് മൊത്തം മാറാലയൊക്കെ തട്ടി ഒരു പ്രാവശ്യം തുടക്കലൊക്കെ കഴിഞ്ഞാൽ, എന്നാലും നമ്മൾ ജനൽ തുടക്കണ കാരണം മാറാല തട്ടണ ബ്രഷ് വെച്ചിട്ട് അതൊക്കെ ഒന്ന് തുടച്ച് നമ്മുടെ കൗണ്ടർ ടോപ്പ് മുതൽ എല്ലായിടത്തും എന്തെങ്കിലുമൊക്കെ ഒരു പൊടി ഉണ്ടെങ്കിൽ അതൊക്കെ തുടച്ച് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ സെയിം ലൈസോളും വെള്ളവും കൂടിയും ഉള്ള മിക്സ് ഒഴിച്ചിട്ട് ഈ ജനലും കമ്പികളും ഒക്കെ നന്നായിട്ട് തുടച്ചെടുക്കുകയാണ്.
അപ്പോൾ ജനലിൻ്റെ ഗ്ലാസ്സൊക്കെ നമ്മൾ വെള്ളം മുക്കി തുടച്ച് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഒരു ഉണങ്ങിയ തുണി കൊണ്ടൊക്കെ ഒന്ന് തുടച്ച് ആ വെള്ളത്തിൻ്റെ ആ പാടൊക്കെ മായ്ച്ചളയാണ്. അപ്പോൾ ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ജനലിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് കൗണ്ടർ ടോപ്പും ഒക്കെ മൊത്തത്തിൽ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഈ നമ്മുടെ ഈ സോഡാപ്പൊടി ബേക്കിംഗ് സോഡയും അതായത് പിന്നെ ഡിഷ് വാഷും കൂടി ഉള്ള മിക്സ് ആക്കിയിട്ട് പേസ്റ്റ് പോലെ ആക്കാം. അല്ലെങ്കിൽ ഇതുപോലെ തൂകി കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഡിഷ് വാഷ് അതിൻ്റെ മേലെ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് കഴുകിയാലും മതി. ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്യണത്. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ട് ഡിഷ് വാഷ് ഒന്ന് തെളിച്ച് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മേലെ കൂടി. എന്നിട്ട് ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് എല്ലാ അഴുക്കും നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഉരച്ച് കളയണം. പിന്നെ നമ്മൾ അവിടെയൊക്കെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് കഴുകി തുടച്ചെടുക്കുകയാണ്. ചിലർക്ക് ഇങ്ങനെ കാണുമ്പോൾ ഇഷ്ടപ്പെടില്ല, ചിലർ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യാറ്. ഞാൻ അടുക്കളയിൽ അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഗ്ലൗസ് ഇട്ടിട്ട് നമ്മൾ എപ്പോഴും ക്ലീൻ ചെയ്യുന്ന സ്ഥലമല്ലേ. അത് മാത്രമല്ല നമ്മൾ വേറെ ഭക്ഷണം കഴിക്കുന്ന സാധനങ്ങൾ അങ്ങനെ മാത്രമേ ഉള്ളൂ. ഞാൻ ബാത്റൂമിൻ്റെ ടൈലൊക്കെ തേച്ച് കഴുകുമ്പോൾ ഗ്ലൗസ് ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇനി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ ഒരു സൈഡിൽ നമ്മൾ ഈ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വാഷ് ബേസിൻ എന്ന് പറയുന്നത് വേറെ ഹെവി ആയിട്ടുള്ള പാത്രങ്ങൾ അങ്ങനെയൊന്നും കഴുകാറില്ല. എന്തെങ്കിലും പച്ചക്കറി കഴുകണോ, പച്ചക്കറിയൊക്കെയാണ് ഇവിടെ ചരിയാറ് കേട്ടോ. അപ്പോൾ പച്ചക്കറി കഴുകലോ അല്ലെങ്കിൽ നമ്മൾ ഗ്ലാസ് ഇവിടെയാണ് വെക്കാറ് കേട്ടോ. അപ്പോൾ എടുത്തുകൊണ്ട് പോണേ മുമ്പായിട്ട് വെറുതെ കഴുകില്ല. അപ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും കഴുകൽ മാത്രമേ ഇവിടെ നടക്കാറുള്ളൂ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ടാപ്പ് ഇങ്ങനെ നമ്മുടെ ഫൈബറിൻ്റെ ടാപ്പാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് ഡിഷ് വാഷ് ഒഴിച്ചിട്ട് തന്നെ നന്നായിട്ട് ഇങ്ങനെ ഉരച്ച് കഴുകുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇടയിലൊക്കെ വെള്ളത്തിൻ്റെ ഒക്കെ തന്നെ എന്തെങ്കിലുമൊക്കെ പായലൊക്കെ പറ്റി പിടിച്ചിരിക്കണമെങ്കിൽ നമുക്ക് ടൂത്ത് ബ്രഷ് വെച്ച് തേക്കണേനാണ് നല്ലത്. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടി തന്നെ ഒരു ബ്രഷ് വെച്ചിട്ടുണ്ട് നമ്മൾ ഈ ടാപ്പുകളൊക്കെ തേച്ച് കഴുകാനായിട്ട്. അതായത് കിച്ചണിലത്തെ ടാപ്പുകൾ കേട്ടോ, ബാത്റൂമിലത്തേന് വേറെ എടുക്കണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ആ ഒരു സൈഡും ഒക്കെ നന്നായിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്തിട്ട് കഴുകിയെടുക്കുകയാണ്. നമ്മുടെ ആ സെയിം പേസ്റ്റ് വെച്ചിട്ട് തന്നെ, പേസ്റ്റ് അല്ല നമ്മുടെ ആ ഒരു സംഭവം പൗഡറും ഡിഷ് വാഷും കൂടി ഉള്ളത്. ഞാൻ എന്തുട്ടൊക്കെയല്ലേ പറയണത്, നിങ്ങൾക്ക് മനസ്സിലാവണ്ടെന്ന് വിചാരിക്കണം കേട്ടോ. പിന്നെ നമുക്ക് അതോടെ തന്നെ നമ്മുടെ ഒരു വാഷ് ബേസിനും തേച്ച് കഴുകുകയാണ്. അപ്പോൾ എല്ലാവരുടെയും ക്ലീനിങ് ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ എന്തായാലും. പിന്നെ കാണിക്കുമ്പോൾ എത്ര സമയം എന്ന് വെച്ചിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടാന്ന് വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണമെന്നുള്ളൂ. പുതിയ അറിവുകളായിട്ടൊന്നും ആരും കരുതണ്ട. ഇനിയിപ്പോൾ നമ്മളായ ഉരച്ചിട്ട ഭാഗങ്ങളൊക്കെ നമുക്ക് വെള്ളമൊഴിച്ച് വേഗം തന്നെ കഴുകിയെടുക്കാം. നമ്മുടെ അടുക്കള എന്ന് പറയുമ്പോൾ ഒരു 3 സെക്ഷനായിട്ടാണ് കേട്ടോ. മെയിനായിട്ടൊരു അടുക്കളയും പിന്നെ വർക്ക് ഏരിയ 2 സെക്ഷനായിട്ടുണ്ട്. അപ്പോൾ വർക്ക് ഏരിയയിലെ ഒരു സെക്ഷനും അതായത് നമ്മളെപ്പോഴും പാത്രമൊക്കെ കഴുകണം ആ ഒരു സെക്ഷനും, പിന്നെ നമ്മുടെ ഫ്രിഡ്ജ്, അതുപോലെ ഇപ്പോൾ ഈ കഴുകിക്കൊണ്ടിരിക്കുന്ന കൗണ്ടർ ടോപ്പിൻ്റെ താഴെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ മുന്നത്തെ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ക്ലീൻ ചെയ്തിട്ട്, അല്ലെങ്കിൽ എല്ലാം കൂടി ആകുമ്പോൾ ഒരുമിച്ച് കഴിയാത്തതുകൊണ്ട് അങ്ങനെയാണ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗത്തെ കൂടിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നും നമ്മൾക്ക് തേച്ച് കഴുകണം അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. പിന്നെ ഇനി അപ്പുറത്ത് നമ്മൾ കുക്ക് ചെയ്യണ ഏരിയ എന്ന് പറയുന്നത് അത് ക്ലീൻ ചെയ്യണത് സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ, ചാർജ് തീർന്നു പോയിട്ട്. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ അവസാനം കാണിച്ചു തരാം. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ എടുത്ത സാധനങ്ങളൊക്കെ എടുത്തോടെ തന്നെ വെക്കാം. അപ്പോൾ ആ വെക്കണ സംഭവം കണ്ട് പരിചയം ഉണ്ടാവും. നമ്മൾ ബ്രോക്കൺ ബോർഡ് ഗാർഡനിൽ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പാർക്ക് ബെഞ്ചാണ്. അതുണ്ടാക്കണേ മുമ്പാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഇതെന്ന് പറയുന്നത് നമ്മൾ പെട്ടെന്ന് എടുക്കണ കിച്ചൺ ടവൽ, അതുപോലെ എന്തെങ്കിലും മോൻ്റെ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കൊടുക്കണ പാത്രം, അതുപോലെ നമ്മുടെ മെഷറിംഗ് കപ്പ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കണ ഒരു സ്റ്റാൻഡാണ് അത്. അപ്പോൾ അതിലത്തെ സാധനങ്ങളൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ എത്ര കഴിഞ്ഞ് കഴിഞ്ഞാലും വെറുതെ ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കും. അതെനിക്ക് മാത്രമുള്ള ശീലമാണെന്ന് അറിയില്ല. അപ്പോൾ അതൊക്കെ ഏകദേശം ഇതുപോലെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത്രയൊക്കെ ഭംഗിയാക്കാൻ പറ്റുള്ളൂ. എന്തായാലും വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ജോലി എന്ന് പറയുന്നത്. പിന്നെ ഇത് കൂടാതെ നമ്മുടെ ഈ കുക്ക് ചെയ്യുന്ന സ്ഥലം കൂടി വൃത്തിയാക്കിയിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ എല്ലാം എടുത്ത് മാറ്റിയൊക്കെ വൃത്തിയാക്കിയതാണ്. അപ്പോൾ സമയത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അവിടെയും കൂടുതലായിട്ട് നമുക്ക് വൃത്തിയാക്കേണ്ടി വന്നത് ഈ എണ്ണയൊക്കെ എപ്പോഴും തെറിക്കണൊക്കെ സ്ഥലമായതുകൊണ്ട്. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ വൈകുന്നേരമായി. അപ്പോഴേക്കും ഇക്കാക്കാനോട് ഞാൻ ചക്കപ്പായസം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഒരു ആവേശത്തിൽ ഇക്കാക്ക തന്നെ തേങ്ങയൊക്കെ പൊതിച്ച് തന്ന്. അപ്പോൾ ഉമ്മ അത് കണ്ടപ്പോൾ ഉമ്മ എന്നെക്കൊണ്ട് തേങ്ങ ഉടക്കാനും ചെറുകാനും ഒന്നും അങ്ങനെ സമ്മതിക്കാറില്ല. ഉമ്മ കാണാത്തപ്പോഴാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ ഉമ്മ അത് വാങ്ങിച്ച് കൊണ്ടുപോയി ഉടച്ച് ചിരകി തരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ വേവിച്ച ചക്ക ഇവിടെ അടിച്ച് എടുക്കുന്നുണ്ട് മിക്സിയിൽ. അപ്പോൾ അത് കഴിഞ്ഞു അപ്പോഴത്തേക്കും ഉമ്മ തേങ്ങ ചിരണ്ടി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതും കൂടി നമുക്ക് ഇനി 2ാം പാലും 1ാം പാലൊക്കെ എടുക്കാം. 3ാം പാൽ എടുക്കാനില്ല, 2, 3 ഞാൻ ഒന്നിച്ച് തന്നെ എടുത്ത് 1ാം പാൽ നല്ല വൃത്തിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഉമ്മ ചക്കടി ഉണ്ടാക്കാൻ വേണ്ടി വേവിച്ച് വെച്ച ചക്കയിൽ ബാക്കി ഉണ്ടായിരുന്നത് ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ. അപ്പോൾ വേവിച്ച ചക്ക ആയതുകൊണ്ട് തന്നെ നമുക്ക് അധിക സമയം ഇത് വേവിക്കേണ്ട ആവശ്യമില്ല. എന്നാലും കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് ഒരല്പം വെള്ളം കൂടി വെച്ചിട്ട് നല്ലൊരു സ്മൂത്ത് പേസ്റ്റ് പോലെ അങ്ങോട്ട് ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ചെറുതായിട്ടൊന്ന് ചൂടായി തുടങ്ങുമ്പോൾ മുമ്പ് തന്നെ ആയിട്ട് നമ്മുടെ ഈ 2ാം പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ.
മുമ്പേ തന്നെ നമ്മൾ വേവിച്ച് വെച്ച ചക്കയുണ്ട് അധികം സമയം വേവാൻ വേണ്ടി എടുത്തില്ല കേട്ടോ. പിന്നെ അത് നമ്മൾ നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തുകൊണ്ട് തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് വേണ്ട ഏലക്കായ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഒരു 3 എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചുള്ളത് കൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് ഇത്തിരി പഞ്ചസാരയും കൂടി ചേർത്തിട്ടാണ് പൊടിച്ചെടുക്കണത്. അപ്പോഴേക്കും ഉമ്മ ശർക്കര നീര് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഏകദേശം ഒരു 4 ശർക്കരയോളം എടുത്തിട്ടുണ്ട്. മധുരത്തിനനുസരിച്ച് എടുക്കുക. അപ്പോൾ നമുക്ക് ആ സമയം കൊണ്ട് ഇനിയിപ്പോൾ ഇത് ആയിട്ടുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് വേഗം തന്നെ കഴുകി വെക്കാം. അപ്പോൾ ഈ പറഞ്ഞ സ്ഥലമുണ്ട് ഞാൻ മുമ്പത്തെ ദിവസം ക്ലീൻ ചെയ്തെന്ന് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ ഈ പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്നത് വർക്ക് ഏരിയയുടെ വേറൊരു സെക്ഷനാണ്. അപ്പോൾ അവിടെ വേറൊരു ദിവസം തന്നെ ചെയ്ത്. അപ്പോൾ നമ്മുടെ പാത്രം കഴുകലും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചക്കപ്പായസം തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വൈകുന്നേരമായിട്ട് ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാത്തൂൻകുട്ടി വരാനായിട്ടുണ്ട്. പുള്ളിക്കാരി അക്കൗണ്ടൻ്റ് ആണ് സൂപ്പർ മാർക്കറ്റിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ക്വാറൻറ്റൈൻ ആണെങ്കിലും ഇടയ്ക്ക് പോയി അക്കൗണ്ട്സ് നോക്കേണ്ടി വരും. അപ്പോൾ ഇന്നത്തെ ദിവസം പോയിട്ടുണ്ട്. അപ്പോൾ ആൾക്ക് വരാനായപ്പോൾ ഞാൻ വേഗം തന്നെ നാരങ്ങ ഉണ്ടാക്കി വെക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ജ്യൂസൊക്കെ ഉണ്ടാക്കുമ്പോൾ ജ്യൂസ് ഫ്രിഡ്ജിൽ വെക്കും. പക്ഷേ നാരങ്ങ ഇടുന്നു അന്നത്തെ ദിവസം. അപ്പോൾ പിന്നെ നമുക്ക് എടുത്തു വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ തന്നെ വരുന്ന സമയത്ത് ഞാൻ വേഗം തന്നെ കുറച്ച് നാരങ്ങ ഉണ്ടാക്കി വെക്കുകയാണ്. അപ്പോൾ പുള്ളിക്കാരുടെ അടുത്ത് വർത്താനം പറഞ്ഞിരുന്നു ചക്കപ്പായസത്തിന് മറന്നു വിട്ടാൽ. പിന്നെ ഓടി വന്നപ്പോൾ നോക്കിയപ്പോഴത്തേന് അടിയിലൊന്നും പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. അതൊന്ന് ഇളക്കി കൊടുത്തു. അപ്പോൾ തന്നെ നമ്മൾ ആ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഏലക്കായും ചേർത്ത് കൊടുത്ത്. അപ്പോൾ തന്നെ നമ്മുടെ പായസം ഒരുവിധം പാകമായി വന്നിട്ടുണ്ട്. മധുരമൊക്കെ പാകമായിരുന്നു. നമ്മൾ ശർക്കര പാനിയൊക്കെ ഒഴിച്ചത് കറക്റ്റായിരുന്നു കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു 1 പാലും കൂടി ഒഴിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് തിള വരാൻ വേണ്ടി ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് കുറച്ച് കാഷ്നട്ടൊന്ന് വറുത്തെടുത്തിട്ട് കിസ്മിസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ കാഷ്നട്ട് ഉള്ളതുകൊണ്ട് ചക്കപ്പായസം പോലെ അങ്ങോട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ പരിപാടി. ഇക്കാണെങ്കിൽ പായസം എന്നുള്ള പേര് മതി. അത് എന്ത് പായസമാണെങ്കിലും ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അത് കാരണം നമ്മൾ എപ്പോഴെങ്കിലും പായസം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞാൽ മാത്രം പുള്ളി മറക്കൂല കേട്ടോ. അത് പറഞ്ഞല്ല എന്തേ ഉണ്ടാക്കാഞ്ഞെന്ന് ചോദിക്കും. അപ്പോൾ അത് പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് അവിടെ ഉള്ളതൊക്കെ വേഗം തന്നെ എടുത്ത് ക്ലീൻ ചെയ്യാം. അപ്പോൾ ഈ ഒരു വലിയൊരു ഉള്ളിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ പായസം ഒന്ന് പകർത്തി ഒതുങ്ങിയ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ തന്നെ ഞാൻ പായസം കൊണ്ട് ടേബിൾ മേലെ ചൂടാറാൻ വെച്ചിട്ടാണ്. വൈകുന്നേരം ആയപ്പോൾ എല്ലാവർക്കും പിന്നെ ഇതിലൊക്കെ കഴിക്കാനുള്ള സമയമായിട്ടുണ്ടല്ലോ. അപ്പോൾ ചൂടാറാൻ വേണ്ടി കൊണ്ടുപോയി വെച്ചേക്കാണ്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് വേഗം തന്നെ ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കി ഇടാം. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് പോയിട്ട് മുറ്റത്ത് എന്തെങ്കിലുമൊക്കെ വെറുതെ ചെടി എന്തെങ്കിലുമൊക്കെ നോക്കി നിൽക്കണം കേട്ടോ. പിന്നെ ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ വൈകുന്നേരം പുറത്തേക്ക് ഒന്ന് ഇറങ്ങിയപ്പോഴാണ് ഈ ഒരു കിളിക്കൂട് ഞാൻ ഇവിടെ ഒതുക്കിയപ്പോൾ കിട്ടിയപ്പോൾ എടുത്ത് വെച്ചിരുന്നതാണ്. എന്തെങ്കിലും ചെടി എന്തെങ്കിലുമൊക്കെ വെക്കാമെന്ന് പറഞ്ഞിട്ട് കേടായി പോയതായിരുന്നു. ഇവിടെ മുമ്പേ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഇതിലത്തെ ആ സംഭവങ്ങളൊക്കെ മാറ്റി ഞാൻ ഈ കിളിക്കൂടൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട്. ഉമ്മാക്കൊക്കെ എല്ലാവർക്കും അതിനെക്കുറിച്ച് പൊതുവേ ഉള്ളൊരു പരാതിയാണ്. എന്തൊരു കൊള്ളില്ലാത്ത സാധനം ഉണ്ടെങ്കിലും കളയാൻ സമ്മതിക്കില്ല എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഈ മൈക്രോ ഗ്രീൻസ് ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. രണ്ടാമത്തേത് പാകാനായിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ്. ഇനി വേറൊരു ദിവസം അതും ചെയ്യണം. അപ്പോൾ കണ്ടില്ലേ ഈ ഒരു മരക്കൊമ്പ് വീട്ടിൽ ഇവിടെ മൈലാഞ്ചി ഉണ്ടായി മുറ്റത്ത്. അപ്പോൾ ഉപ്പ അതിൻ്റെ കൊമ്പ് വെട്ടി മാറ്റിയപ്പോൾ ഇത് ഉമ്മ കത്തിക്കാൻ എടുക്കാൻ പോയപ്പോൾ ഞാൻ സമ്മതിക്കാണ്ട് മാറ്റി വെച്ചേക്കുന്നതാണ്. എനിക്ക് ഇതുമ്പോൾ ചെടിയൊക്കെ എന്തെങ്കിലും ചെയ്യണമെന്നും പറഞ്ഞു. അപ്പോൾ അതാണ് ഇവിടുത്തെ അവസ്ഥ. എന്തൊരു കച്ചറ സാധനം ഉണ്ടെങ്കിലും ഞാൻ കളയില്ല എന്ന് പറയും. അപ്പം അങ്ങനെ കറങ്ങി തിരിഞ്ഞ് പിന്നെ ഞാൻ ഫ്രണ്ടിൽ ചെടികളെയൊക്കെ ഒന്ന് നോക്കാൻ വന്ന്. അപ്പോൾ ലോക്ക്ഡൗൺ അതിന് ശേഷം ചെടിയൊക്കെ ഉപ്പ നനച്ചോളൂ കേട്ടോ. എനിക്ക് അങ്ങനെ ഒരു ഇളവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവരെ കാണാൻ വേണ്ടി ഞാൻ ഇടയ്ക്ക് വെറുതെ ഇങ്ങനെ വരും. അപ്പോൾ ഈ വെച്ചേക്കണത് നമ്മൾ കഴിഞ്ഞ ദിവസം മറ്റേ മുള വെച്ചിട്ടൊരു ടവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഉണ്ടായിരുന്ന ഒരു കഷ്ണത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ മണി പ്ലാന്റ് വെച്ചേക്കണേ കേട്ടോ. അപ്പം വെള്ളം ചോർന്നൊന്നും പോണില്ല. അങ്ങനെ വന്നപ്പോഴാണ് ഈ ഒരു കാര്യം എനിക്ക് ഓർമ്മ വന്നത്. ഈ മറ്റേ അസർമുല്ല അല്ലല്ലോ ആകാശമുല്ല എന്ന് പറയും കേട്ടോ. ഈ പടർന്ന് നടക്കുന്ന സാധനത്തിന് കഴിഞ്ഞ ദിവസം മൂത്തുമ്മ വന്നപ്പോൾ അതിനെ തീപ്പൊരി എന്നൊക്കെ പറയുന്നുണ്ടായി പേര്. അങ്ങനെ പല പേരുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത് അവിടെ വെറുതെ മുളച്ച് നിൽക്കണ കണ്ടിട്ടാ ചവറിൽ. അപ്പം ഞാനത് പറിച്ചുകൊണ്ട് വന്നിട്ട് പെട്ടെന്ന് എനിക്ക് വേറെ വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഈ ലക്കി ബാമ്പുവിൻ്റെ ചട്ടിയിൽ തന്നെ വെറുതെ ഒന്ന് വെച്ചതാണ്. പിന്നെ ആ കാര്യം മറന്നുപോയി. അത് വലുതായി പടർന്നു തുടങ്ങി. അപ്പോൾ ഒരു ദിവസം അത് വേറെ ചെടിയുമൊക്കെ കയറുമ്പോൾ ഞാനത് വിടിയിപ്പിച്ച് ഇവിടെ തന്നെ വെക്കും. വീണ്ടും അത് ഞാൻ പിറ്റേ ദിവസം നോക്കുമ്പോൾ വേറെ ചെടിയിലായിട്ടുണ്ടാവും. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്നോട് കഷ്ടമാണ് ചെയ്തത്. വല്ലോടത്ത് നിന്ന് വളർന്നിരുന്നേ അതിനെ കൊണ്ടുവന്ന് ഇതിന് പടരാനും സമ്മതിക്കില്ല. അങ്ങനെ എനിക്കൊരു പാവം തോന്നിയപ്പോൾ ഞാനൊരു കമ്പെടുത്ത് കുത്തി അതിനെ അവിടെയൊക്കെ പടർത്തി വെച്ചു കൊടുത്ത്. അപ്പോൾ നമുക്കിപ്പോൾ ചട്ടിയൊക്കെ എല്ലാം തീർന്നു പോയാൽ അതിലും ചെടിയാണ്. അപ്പോൾ പിന്നെ ചട്ടിയും വാങ്ങാനും പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ട് വേറൊരു ലക്കി ബാമ്പുവിൻ്റെ ഒരു ഇതിൽ കൊണ്ടുവന്ന് തൽക്കാലത്തിന് അതിന് വെച്ചേക്കാണ്. വലിയ കുഴപ്പമില്ല. ഇവരൊക്കെ ഒരു കുടുംബക്കാരല്ലേ. അപ്പോൾ എന്തായാലും ലോക്ക്ഡൗൺ കഴിയുന്നവർ ഇങ്ങനെ തന്നെ കഴിയട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ അവരുടെ കാര്യത്തിലൊരു പരിഹാരമായി.
അപ്പോൾ ഇത്രയും പരിപാടി ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വേറൊരു കാര്യം കൂടി ഓർമ്മ വന്നത്. അതും ഞാൻ പെൻഡിങ്ങിൽ വെച്ചേക്കണായിരുന്നു. നമ്മൾ ഈ കമ്പോസ്റ്റ് ആണ് ചെടികൾക്കൊക്കെ കിട്ടുന്നത്. വീട്ടിൽ തന്നെ പച്ചക്കറിയുടെ കമ്പോസ്റ്റ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതിൽ ഉമ്മ ചേമ്പൊക്കെ കറി വെക്കുമ്പോൾ നന്നാക്കിയിട്ടേ അതിൻ്റെ കഷ്ണങ്ങളൊക്കെ ചിലത് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ കമ്പോസ്റ്റ് നമ്മൾ ഒരുപാട് നാൾ വെക്കാണ്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ ഇട്ടിട്ടുണ്ട് ഈ ചിലതിനൊക്കെ. അപ്പോൾ അതിലത്തെ വിത്തുകൾ കാര്യങ്ങളൊക്കെ ഒന്നും ദ്രവിച്ചിട്ടുണ്ടാവില്ല. അതൊക്കെ ഇതുപോലെ ഇങ്ങനെ മുളച്ചു വരും. അപ്പോൾ ഈ കറ്റാർവാഴയിൽ നിറച്ച് ചേമ്പ് അതുപോലെ പച്ചക്കറിയുടെ ഒക്കെ എന്തൊക്കെയോ തൈകളൊക്കെ മുളച്ചിട്ടുണ്ടായി. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് പറിച്ച് കൂട്ടത്തിൽ അതിലുണ്ടായിരുന്ന കുറച്ച് പുല്ലും അതൊക്കെ അങ്ങോട്ട് പറിച്ച് കളഞ്ഞ്. ഇവിടുത്തെ പൊട്ടണ നമ്മൾ കുളിക്കുന്ന കപ്പുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമ്മുടെ ഈ കറ്റാർവാഴയ്ക്ക് ഇരിക്കാനുള്ള സ്ഥലമാണ്. അങ്ങനെയൊക്കെ അവരെ അവിടെ നിന്ന് പറിച്ചെടുത്ത് എന്തായാലും കളയേണ്ട ചെടികളല്ലേ എന്ന് വിചാരിച്ചിട്ട് അവരെ ഒന്ന് കുഴിച്ചിടാന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ ഞാൻ ഒരു ചെറിയ മൺവെട്ടി എടുത്തുകൊണ്ട് വന്നിട്ട് അവിടുത്തെ പുല്ലൊക്കെ പറിച്ച് കളയാണ് കുഴിച്ചിടാൻ വേണ്ടി. അപ്പോൾ ഉപ്പ അത് കണ്ട് വേഗം വന്ന് എനിക്ക് മണ്ണൊക്കെ വെട്ടി തരുകയാണ്. അവിടെ വേറെ നമുക്ക് അധികം മണ്ണൊന്നും ഇല്ല. അപ്പോൾ വീട്ടിൽ കിണർ കുത്തിയപ്പോഴേ കിണറിൻ്റെ ആഴം കൂട്ടിയപ്പോൾ കുറച്ച് കിണറിലെ മണ്ണുണ്ടായി. സാധാരണ ആരും അത് എടുക്കാറില്ല. ഞാൻ അതാണ് ഇപ്പോൾ കമ്പോസ്റ്റിൽ ഇടാനും ചെടി നടാനും ഒക്കെ കൂടുതൽ എടുക്കാറ്. എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നാറില്ല കേട്ടോ. അത്യാവശ്യത്തിന് നന്നായിട്ട് വളം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ ഞാൻ കുറച്ച് ചാരം മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉമ്മ അവിടെ നിന്ന് പറഞ്ഞു തരുന്നുണ്ട് ചാരം ഇടണം എന്നൊക്കെ. അപ്പോൾ കുറച്ച് ചാരവും നമ്മുടെ ഈ ഒരു മണ്ണൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി ഇവർക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് പോകാമെന്ന് വെച്ചപ്പോഴാണ് വേറൊരു കാര്യം ഓർമ്മത്. നമ്മുടെ വീട്ടിൽ കോഴിയില്ലെങ്കിലും അയൽവക്കത്തെ കോഴികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ വീട്ടിലത്തെ ചെടികൾ തോണ്ടി മറിച്ചിടാനായിട്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ ചെറിയ കല്ലും കഷ്ണമൊക്കെ വെച്ചിട്ടുണ്ട്. അവർക്ക് അത് അത്ര വലിയ പ്രശ്നമൊന്നുമല്ല. അവരതൊക്കെ നൈസായിട്ട് മാന്തിയിട്ടോളും. എന്നാൽ എൻ്റെ ഒരു സമാധാനത്തിൽ ഞാൻ അത് അങ്ങനെ വെച്ചിട്ട് പോയി. അപ്പോൾ ഏകദേശം സമയം മഗ്‌രിബ് ഒക്കെ സമയമായിട്ടുണ്ടായിട്ട് അതൊക്കെ കഴിഞ്ഞു. പിന്നെ എല്ലാവരുടെ പായസം കൂടിയൊക്കെ കഴിഞ്ഞ് ഇത്രയും പായസം മാത്രം ബാക്കിയുള്ളൂ. പിന്നെ നമ്മുടെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ള സാമ്പാറൊക്കെ തിളപ്പിച്ച് വെക്കുകയാണ്. അപ്പോൾ ഇത് മൂത്താപ്പാടെ വീട്ടിൽ നിന്ന് കൊടുത്തയച്ച കോവയ്ക്കാണ്. അപ്പോൾ ഇവിടെ കോവയ്ക്ക ഉണ്ടായിരുന്നത് ഇത്രയും നീളം ഉണ്ടായിരുന്നില്ല, അതുപോലെ വണ്ണത്തിലായിരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാനും ഉമ്മയും അവരോട് ആ ചെടി ചോദിക്കണമെന്നും പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതൊക്കെ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച് പിറ്റേ ദിവസം എടുക്കാമെന്നും പറഞ്ഞ്. അപ്പോൾ നമ്മുടെ ചെറിയ രീതിയിലുള്ള ക്ലീനിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അടുക്കളയിൽ നിന്ന് നമുക്ക് പോകാൻ സമയമായി. അപ്പോൾ നമ്മൾ ഇവിടെ ഇട്ടാൽ ബാക്കി ഉച്ചക്ക് കഴിച്ചിട്ട് ബാക്കിയുള്ള കറിയും സംഭവങ്ങളൊക്കെ കൊണ്ടുവന്ന് വെക്കാറ്. പിന്നെ നമ്മൾ വിളമ്പുന്ന സമയത്തൊക്കെ വീണ്ടും എന്തെങ്കിലുമൊക്കെ കറിയൊക്കെ ഇവിടെ തന്നെ അങ്ങനെ പോകും. അപ്പോൾ എന്തായാലും നമുക്ക് കിടക്കണേ മുമ്പായിട്ട് ഇവിടെ എന്തെങ്കിലും ക്ലീൻ ചെയ്യാനുണ്ടാവും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം എന്ന് പറയണത്. കുറേയൊക്കെ ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്. പോരായ്മകളൊക്കെ നിങ്ങൾ ക്ഷമിക്കണം. ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് വല്ലാത്തൊരു പാടുള്ള പണിയാണ്. അപ്പോൾ എങ്കിലും എല്ലാവരും ചോദിക്കുന്നത് അത് തന്നെ ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ പറ്റണ പോലെയൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. എങ്കിലും ഓരോ വീഡിയോയിലും ഞാൻ കൂടുതലായിട്ട് പുരോഗമിച്ച് വരുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പോരായ്മകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ദിവസത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ ഫ്രം സഫീസാം ഡയറി.